ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഓണത്തിൻ്റെ തലേദിവസം വല്യച്ഛൻ്റെ പിറന്നാളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും പോയിട്ട് ചെറിയൊരു പിറന്നാൾ സദ്യയൊക്കെ കഴിച്ചു. ഇപ്പം സമയം ഏകദേശം ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള നാളത്തെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഹോളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് എല്ലാം ചെയ്യാനായിട്ട്. അപ്പം ഇപ്പം ഏകദേശം സമയം ഒരു 5 മണി ആയിട്ടോ. അപ്പം ഞങ്ങൾ തലേദിവസം തന്നെ പൂവൊക്കെ ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ അതൊക്കെ എടുക്കാൻ പോയതാണ്. ഇനി ഇതെല്ലാം വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് അമ്മമാരെല്ലാം വിളിച്ച് അവരെയും കൊണ്ട് വേണം ഇതൊക്കെ ഒന്ന് അരിയാനായിട്ട്. അപ്പം ഞങ്ങൾ പൂവൊക്കെ എടുത്തിട്ട് നേരെ അവർക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് പിന്നെ ഇനി കുറേ സാധനങ്ങൾ ഞങ്ങൾക്ക് വാങ്ങാനുണ്ട് കേട്ടോ. ഇന്നലെ ഒന്നും ഫുള്ള് വാങ്ങി തീർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇനി അതൊക്കെ എടുക്കണം. അപ്പോൾ ഡെക്കോറൊക്കെ ചെയ്യാനായിട്ട് ഓരോ വീട്ടിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ ഇതുപോലെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇതേ അമ്മമാരെല്ലാവരും കൂടി ഒരു വീട്ടിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പൂവൊക്കെ അരിയണതിൻ്റെ തിരക്കിലാണ്. ഇത് കണ്ടില്ലേ, നമ്മുടെ ടോഫിക്കുട്ടൻ ആക്ച്വലി എല്ലാവരും ഇതെന്ത് സംഭവം എന്നുള്ള രീതിയിലാണ് പുള്ളി നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ടോഫിക്ക് ഇതേപോലത്തെ ചെറിയൊരു ഓണക്കോടിയൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സമയം ഇനിയിപ്പോൾ ഞങ്ങൾ ഹാളിലേക്ക് പോകുന്നേ ഉള്ളൂ. ഇപ്പം തന്നെ സമയം 9 മണി കഴിഞ്ഞു, 10 മണി ആവാറായി. ഇനി ചെന്നിട്ട് വേണം എല്ലാം തുടങ്ങാനായിട്ട്. ഒത്തിരി പണികളുണ്ട്. അപ്പം എല്ലാം പയ്യെ പയ്യെ സാധനങ്ങളൊക്കെ ഞങ്ങൾ വണ്ടിയിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ചിരി കലക്കി ഒന്നോടി ചിരിക്കോ. സാധാരണ പുറത്ത് കൊടുക്കാറില്ല. അപ്പം നമ്മളിതാ അവിടെ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ അടിമാലി ക്ലബ്ബിൽ വെച്ചിട്ടാണ് കേട്ടോ പരിപാടി. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊരു 5-6 പിള്ളേരുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അച്ഛനമ്മയൊക്കെ വന്നു. അവരും ഹെൽപ്പ് ചെയ്തു കേട്ടോ കുറേയൊക്കെ. കയർ ഇത്രയും മേടിച്ചിട്ടുള്ളൂ. രണ്ടെണ്ണമുണ്ടോ? ഞങ്ങളുണ്ടല്ലോ ആദ്യം ഇങ്ങനെ ഈ ഒരു ബാനർ ഈ തെർമോക്കോളിൽ ഒട്ടിച്ചിട്ട് കുറച്ച് സ്റ്റിഫായിട്ട് തൂക്കാനായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ തെർമോക്കോളിന് കുറച്ച് കട്ടി കുറവായിരുന്നു. ആ പ്ലാൻ നടക്കില്ല എന്ന് തോന്നി. അപ്പോൾ ആദ്യം ചെയ്യാൻ നിന്ന പരിപാടി തന്നെ ഞങ്ങളുടെ കുറേ സമയം കളയുകയും ചെയ്തു. പക്ഷെ ഒന്നും നടന്നതുമില്ല. പറഞ്ഞു പോകുന്നു. ഓക്കെ, അങ്ങനെയല്ലല്ലോ. മുറുക്ക് എത്ര പാക്കറ്റ് വേണം? മുറുക്ക് എത്ര പാക്കറ്റ് വേണം? 2. ഓക്കെ, കൊണ്ടുവരും. വേറെന്താ വേണ്ടേ? ചെങ്ങാങ്കൽ ഓണാഘോഷത്തെ പറ്റി എന്താണ് ഹരിത മിഥുൻ രാജിന് പറയാനുള്ളത്? നല്ല അഭിപ്രായം. ഡോക്ടർ ദേവസിയസ് പറഞ്ഞോളൂ. എന്തോ അച്ഛൻ എടുത്തോ സുശീല എന്തോ നല്ല അഭിപ്രായം. പ്ലസ് താങ്ക് യു ഞങ്ങളൊക്കെ ഇന്നെ കൂടാനായിട്ട് വിളിച്ചേരും. താങ്ക്സ്. എന്തെങ്കിലും പറയാനോ? പിന്നെ ഇത് വളരെ നല്ലൊരു ഇതാണ്. എൻ്റെ ഇതില്ല, ഇതുള്ളത് കൊണ്ട് പരിപാടി ഇങ്ങനെ നടക്കുന്നു. എന്തെങ്കിലും അഭിപ്രായം രേഖപ്പെടുത്തോ? ഹാപ്പിയാണ്. എനിക്കൊന്നും പറയാൻ കിട്ടും. സെറ്ററിലാണോ? സോറി. ഹായ് ഗൈസ്, ഞങ്ങൾ വലിയ ടാസ്കില.
ഇപ്പം സമയം ഏകദേശം ഒരു 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ ഞങ്ങൾ പൂക്കളം വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ പിറ്റേ ദിവസം എല്ലാവരും വന്നിട്ട് ഒരുമിച്ച് പൂക്കളം ഇടാനായിരുന്നു. പക്ഷേ ഇപ്പം തന്നെ ഓൾറെഡി സമയം ഇത്ര ആയ കാരണം ഇനി രാവിലെ വരലും ഇതൊന്നും നടക്കുമെന്ന് പ്രാക്ടിക്കലായിട്ട് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ ഗിഫ്റ്റ് ഒക്കെ റെഡി. പിന്നെ ഞാനിങ്ങനെ പിൻട്രസ്റ്റിലൊക്കെ തപ്പിയപ്പോൾ ഇങ്ങനെ ഒരുപാട് വാഴയിലേക്ക് തൂക്കിയിട്ടിട്ടുള്ളൊരു വാൾ ഡെക്കർ, ഒരു ബാക്ക് ഡ്രോപ്പ് പോലത്തെ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്ന നമുക്ക് അത് തന്നെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആക്ച്വലി ഞങ്ങൾ ആദ്യം പേപ്പർ വാഴയിലായിട്ടാണ് മേടിച്ചത്. പക്ഷേ അത് വന്നു കഴിഞ്ഞപ്പോൾ അത് ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല, ഒരു വല്ലാത്തൊരു കളറായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ രാത്രി ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ് പിന്നെ ഞങ്ങൾ ഒറിജിനൽ വാഴയിലേക്ക് വേണ്ടി തപ്പിക്കൊണ്ടിരുന്നത്. പിന്നെ ഉടനെ അറിയാവുന്നവരൊക്കെ വിളിച്ചിട്ട് വാഴയിലേക്ക് സംഘടിപ്പിച്ച് എല്ലാം സെറ്റ് ചെയ്ത് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഇതാ പൂക്കളവും ഇട്ട് തുടങ്ങി. ഇപ്പം സമയം ഒരു 5 മണിയൊക്കെ കാണും. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവർ പോയിട്ട് ബ്രെഡ് ഓംലെറ്റൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് അതൊക്കെ കഴിച്ച് വീണ്ടും പഴയ പണിയിലേക്ക് തന്നെ തുടങ്ങി. സോ ലിറ്ററലി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇന്നത്തെ ദിവസം ഒന്നും ഉറങ്ങിയിട്ടേ ഇല്ല. ഫുൾ നൈറ്റ് എണീറ്റിരുന്ന് ഫുൾ പണിയായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ടോഫീനെ എടുത്തുകൊണ്ട് വന്നായിരുന്നു കേട്ടോ. അവനിതെല്ലാം കൊളാക്കുമെന്ന് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര അനുസരണയുള്ള നല്ല മോനായിരുന്നു കേട്ടോ. ഒന്നും കൊളാക്കിയില്ല. ഒരു സൈഡിൽ ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഫുൾ ഡേ എണീറ്റിരുന്ന് കുറേ പണിയൊക്കെ ആണെങ്കിൽ നല്ല ഫണ്ണായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി കൂടി നല്ല രസമുണ്ടായിരുന്നു. എല്ലാം സെറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. കൗണ്ടർ ഇങ്ങനെ കുറച്ച് ഭംഗിയിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഇനി ഫുൾ കുറച്ച് നാടനായിട്ടുള്ള സ്നാക്സൊക്കെ സെറ്റ് ചെയ്യണമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതൊക്കെ രാവിലെയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തന്നെ സെറ്റ് ചെയ്തു കേട്ടോ. ഇനി കുറച്ച് രാവിലെ വന്നിട്ട് സ്നാക്ക് കൗണ്ടറൊക്കെ സെറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടികൾ മാത്രമേ ഉള്ളൂ. ബാക്ക് ഡ്രോപ്പൊക്കെ ഒരു കണക്കിനവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന് ബലം കുറവ്, ചിലപ്പോൾ അത് കൊളാവാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും രാവിലെ വരുമ്പോൾ അറിയാം എത്ര എണ്ണം ചാടിപ്പോയെന്നൊക്കെ. രാവിലെ വരുമ്പോൾ അറിയാമെന്ന് വിചാരിച്ചു. ബാക്കി ഫ്ലവേഴ്സ് വെച്ചിട്ട് ഞങ്ങളിങ്ങനെ ബാക്കി സ്പേസസൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഡെക്കോറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം ഓൾമോസ്റ്റ് സെറ്റായി. ഇനി ഞങ്ങൾ വീട്ടിൽ പോയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂറെങ്കിലും ഉറങ്ങിയിട്ട് ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തണം എന്ന് വിചാരിക്കണം. ബിക്കോസ് 10 മണിയാകുമ്പോൾ പരിപാടി തുടങ്ങും. അപ്പോൾ നാളെ കാണാം.